യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് ആഗ്രഹിക്കുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ആണവ ചർച്ചകൾക്കായി ഇറാനെ ക്ഷണിച്ച ട്രംപ് അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇലോൺ മസ്കിന്റെ സ്റ്റാർഷിപ്പ് പരീക്ഷണം പരാജയപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. പി ജെയിംസ് വീണ്ടും ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ പ്രിയപ്പെട്ട ഈ ട്രംപ് ഇങ്ങനെ ഓരോ ദിവസം ആൾക്കാരെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അമേരിക്കയുടെ മുഖ്യ ശത്രുക്കളിൽ ഒരാളാണ് ഇറാൻ. ഇറാനെ അമ്പരപ്പിച്ചുകൊണ്ട് അവിടുത്തെ പരമോന്നത നേതാവ് ഖൊമൈനിക്ക് അയച്ചിരിക്കുകയാണ് വളരെ കൃത്യമായിട്ടുള്ള കത്ത്. ട്രംപിൻ്റെ കത്ത് എത്തിയിരിക്കുന്നു. ട്രംപ് പറയുന്നത് നമുക്ക് ചർച്ചകളാവാം, ആണവ കരാർ ചർച്ച വീണ്ടെടുക്കാം. പക്ഷേ ഇറാൻ അത് ആദ്യ ഘട്ടത്തിൽ തള്ളിയിട്ടുണ്ട്. പക്ഷേ അലി ഖമേനിക്ക് നേരിട്ട് കത്തയച്ചിരിക്കുക. ഇല്ലെങ്കിൽ അറിയാലോ, ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മുട്ടി തീർക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ്. ഒരു ഭാഗത്ത് ഭീഷണി, മറുഭാഗത്ത് തലോടൽ. ഈ വെടക്കാക്കി തനിക്കാക്കാന്ന് പണ്ട് EMSൻ്റെ ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗമാണ് യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഉക്രൈനെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ട് പിന്നീട് അദ്ദേഹത്തെ വിരട്ടി ഇങ്ങനെ സമാധാന പദ്ധതിയിലേക്ക് കൊണ്ടുവരികയാണ്. ശത്രുവായിട്ടുള്ള റഷ്യയെ പിന്തുണയ്ക്കുന്നു. ഇറാനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ എതിർപ്പ് പിടിച്ചു വാങ്ങുന്നു. ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് ഹമാസുമായി ചർച്ചയ്ക്ക് പോകുന്നു. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ് ട്രംപ് നടത്തുന്നത്. അവിടെയൊക്കെ കച്ചവട കണ്ണുണ്ട്. പശ്ചിമേഷ്യയിൽ, അതുപോലെ തന്നെ തൊട്ടടുത്ത അയൽ രാജ്യങ്ങളായിട്ടുള്ള കാനഡയും അതുപോലെ തന്നെ തൊട്ടടുത്ത മെക്സിക്കോയുമായി പ്രശ്നങ്ങളിലാണ്. അപ്പോൾ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ നടക്കുകയാണ്. അതിനിടയിലാണ് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നത്. മറുപക്ഷത്ത് ശത്രുവായിട്ട് അറിയപ്പെടുന്ന അമേരിക്കയുടെ പ്രസിഡന്റാണെന്ന് പറയുമ്പോൾ അതും അമ്പരിപ്പിക്കുന്ന വാർത്തയാണ്. അപ്പോൾ ഫലത്തിൽ ലോകക്രമത്തിലെ നമ്മൾ കൺവെൻഷനായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ടാണ് അൺകൺവെൻഷനായി ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് ട്രംപിൻ്റെ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ട്രംപിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന എലോൺ മസ്കിൻ്റെ സ്റ്റാർഷിപ്പ് പരീക്ഷണം, ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും മനുഷ്യനെ കൊണ്ടുപോകാനുള്ളതിൻ്റെ 8ാമത്തെ പരീക്ഷണമായിരുന്നു. അതും പരാജയപ്പെട്ടിരിക്കുന്നു. 7ാമത്തെയും പരാജയപ്പെട്ടു. പക്ഷേ പല ഘട്ടങ്ങളും വിജയിച്ചിട്ടുണ്ട്. എന്തായാലും ലക്ഷക്കണക്കിന് കോടി പൊട്ടിപ്പോയാലും മനുഷ്യരെ ചൊവ്വയിൽ കൊണ്ടെത്തിച്ച് അവിടെ മനുഷ്യ കോളനികൾ ഉണ്ടാക്കുമെന്നതിൽ എലോൺ മസ്ക് ഉറപ്പിച്ചു നിൽക്കുകയാണ്. അതിനിടയിൽ കാനഡയിലെ എലോൺ മസ്കിനെതിരെ വലിയൊരു പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം എലോൺ മസ്കിന് കാനഡയിലെ പൗരത്വം കൂടിയുണ്ട്. കാനഡയ്ക്കെതിരെ, കാനഡ ഒരു രാജ്യമായിട്ട് പോലും നിലനിൽക്കാൻ അർഹതയില്ല എന്നുള്ള തരത്തിൽ ഇലോൺ മസ്ക് പറഞ്ഞതിനെതിരെ കാനഡയിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. ഇയാളുടെ പൗരത്വം ക്യാൻസൽ ചെയ്യണമെന്നുള്ള അഭിപ്രായം കൂടി ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ലോകക്രമത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിൽ അമേരിക്കയുടെ ഭരണകൂടം പെരുമാറുന്നു. പക്ഷേ ഇതൊക്കെ കൂടിച്ചേർത്ത് അവസാനം ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ യുദ്ധവും അവസാനിച്ചാൽ ആ രണ്ട് യുദ്ധങ്ങളും നിർത്തിയതിൻ്റെ ക്രെഡിറ്റ് ട്രംപിന് പോവുകയും ആരും അറിയാതെ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം നേടിയെടുക്കുകയും ചെയ്യുമോ എന്നറിയില്ല. പണ്ട് ജിമ്മി കാർട്ടർക്ക് മധ്യസ്ഥതയിൽ ക്യാമ്പ് ഡേവിഡിൽ നടന്നതിൽ ഇസ്രായേലിനെയും ഈജിപ്തിനെയും ഒന്നിപ്പിച്ചതിന് അന്ന് നൊബേൽ സമ്മാനം കിട്ടിയിരുന്നു, ബറാക്ക് ഒബാമയ്ക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് തൻ്റെ 2ാം ടേമിൽ ഒരു നൊബേൽ സമാധാന സമ്മാനം നേടാനുള്ള നീക്കത്തിലാണ് ട്രംപ് എന്ന് തോന്നുന്നു. പി ജെയിംസ് ഇന്ന് വൈകുന്നേരം നമ്മുടെ അവിടെ ഓടാൻ വരണം. ഞാനത് വനിതകളുടെ ഓട്ടമാണല്ലോ. അല്ല, നമുക്ക് പുരുഷന്മാർ, അവര് സ്ത്രീകൾ ഓടിക്കോട്ടെ, നമുക്ക് അപ്പുറത്തോട്ട് മാറി പുരുഷന്മാർക്ക് ഓടാമല്ലോ. ഓക്കെ, അവൻ രാത്രി 9 മണിക്കാണ് കൊച്ചി ദർബാർ ഹാളിൽ, അവിടെ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. അപ്പോൾ പിങ്ക് മാരത്തോൺ വനിതാ ദിനം പ്രമാണിച്ച് ഇന്ന് രാത്രി 9 മണിക്ക് കൊച്ചിയിൽ.